കർക്കിടക മാസമായാൽ നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. രാമൻ ശുദ്ധ വെജിറ്റേറിയൻ ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം നല്ല ഒന്നാന്തരമായിട്ട് ബീഫും ചിക്കനും മട്ടനും ഒക്കെ തിന്നാണ് കഴിഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് വാൽമീകി രാമായണം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇത്രയധികം വിശദമാക്കാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ ഈ ബ്രാഹ്മണിസം പല രൂപഭാവങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടിച്ചമർത്താനുള്ള പ്രത്യയശാസ്ത്രമായി ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യത്തിന്, സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉത്തരം നൽകുന്നു: ബ്രാഹ്മണ്യം. ബ്രാഹ്മണ്യത്തെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇങ്ങനെ നിർവചിച്ചു: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം. ഈ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ന്യൂനപക്ഷം വരുന്ന സവർണറുടെ മാത്രം കാര്യമല്ല. നമ്മളെ എല്ലാം ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന പ്രത്യയശാസ്ത്ര ഹിംസയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളുടെ ഈ പോരാട്ടം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ദർശനം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം തന്നെ ഈ ബ്രാഹ്മണിസത്തിനെതിരായ ഒരു പോരാട്ട ജീവിതമായിരുന്നു ഗുരുദേവൻ ജീവിച്ചത് എന്നുള്ളതാണ്.